മാത്സ് ഇത്തിരി കുറച്ച് വായിച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു. മാത്സ് സിംപ്ലിഫിക്കേഷൻ കൂടുതലുണ്ടായിരുന്നു. റീസണിംഗ് ഒക്കെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ക്വാൻസ് ആണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കാൽക്കുലേഷൻ ഒക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. മാത്സ് ഇച്ചിരി പോക്കായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു വരാന്തറീസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് എക്സാം നടക്കുന്ന എക്സാം സെൻറ്ററിലാണ്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് സ്റ്റുഡൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റി, ഏതൊക്കെ പോർഷനാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇല്ലായിരുന്നു. പിന്നെ കൂടുതലും റീസണിങ് അതിനകത്തുനിന്നൊക്കെയാണ് വന്നത്. എളുപ്പമുണ്ട്, അത് പഠിച്ച എളുപ്പമായിരിക്കും. ഏറ്റവും ഡിഫിക്കൽട്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. നിങ്ങൾ സമയം കിട്ടാതെയാണോ അതോ ടൈം കിട്ടത്തില്ല. ടൈം മാനേജ്മെന്റ് ആണ് കൂടുതൽ വേണ്ടത്. ഫസ്റ്റ് ടൈം ആയിട്ടാണോ എക്സാം വരുന്നത്? ഫസ്റ്റ് ടൈം ആണ്. മാത്സ് ഇത്തിരി കുറച്ച് വായിച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഓക്കെ ആയിരുന്നു. ലൈക്ക് ചില സെക്ഷൻസ് അനുസരിച്ചിരിക്കും. മാത്സ് ഇച്ചിരി പോക്കായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ റീസണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. സിമ്പിളായിരുന്നു. എക്സാം ഇംഗ്ലീഷും റീസണിങ്ങും വലിയ കുഴപ്പമില്ലായിരുന്നു. ക്വാണ്ടും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് അർത്ഥമെറ്റിക് കുറവായിരുന്നു. വലിയ കുഴപ്പമില്ല. മാത്സിന് എങ്ങനെ സമയം കിട്ടിയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ? മാത്സിന് സമയം കിട്ടിയില്ല. റീസണിങ് ഇംഗ്ലീഷും കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഈസി ആയിരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ട് ഏത് ക്വസ്റ്റൻ ആയിരുന്നു? റീസണിങ് ഇല്ല, എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? അല്ലല്ല, അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. കുറച്ച് എളുപ്പമായിരുന്നു. റീസണിങ് ടൈം കിട്ടിയില്ല. റീസണിങ് എന്ത് ടൈം കിട്ടാതെയാണോ അതോ? ടൈം കിട്ടാതെയാണ്. കോൺസിന് സമയം കിട്ടിയായിരുന്നു? കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? ഫസ്റ്റ് ടൈം. എളുപ്പമായിരുന്നു. മാത്സ് സിംപ്ലിഫിക്കേഷൻ കൂടുതലുണ്ടായിരുന്നു. ടൈമിംഗ് നോക്കിയാൽ അത്യാവശ്യം എളുപ്പമുള്ള ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. സമയമാണ് പ്രശ്നം. ഏത് പോർഷൻ ഏറ്റവും ടഫ് ആയിരുന്നു? മാത്സ് ആണോ, കോൺസ് ആണോ, ഇംഗ്ലീഷ് ആണോ? എനിക്ക് മാത്സ് ആയിരുന്നു. മാത്സ് ടഫ് ആയിരുന്നു. എങ്ങനെ ടൈം കിട്ടാതെയാണോ അതോ ക്വസ്റ്റ്യൻസ് ടഫ്? സമയം കിട്ടാത്തതാണ്. റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? റീസണിങ് കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് ഇംഗ്ലീഷും അറ്റൻഡ് ചെയ്യാൻ പറ്റി. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? ഒരു 50. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? അല്ല, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ എക്സാം ഈസി ആയിരുന്നോ അതോ ഡിഫിക്കൽട്ട് ആയിരുന്നു? ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. എക്സാം കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ചെറുതായിട്ട് ടഫായി. പിന്നെ ഒരു പസിൽ മാത്രം കുറച്ച് പോസിബിലിറ്റീസ് ഒരുപാട് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ തന്നെ. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് പാടില്ലായിരുന്നു, എളുപ്പമായിരുന്നു. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ എക്സാം എങ്ങനെ കമ്പാരിറ്റീവ്ലി ഈസി ആണോ അതോ ഡിഫിക്കൽട്ട്? മാത്സ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. റീസണിങ്ങും ഇംഗ്ലീഷും വരുമ്പോൾ റീസണിങ് ഇംഗ്ലീഷും കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ലെവലിൽ തന്നെ. ബാക്കിയൊക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ ഏത് പോർഷനിൽ നിന്ന് വന്ന മാത്സിൽ വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ? സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഒരു 10 അടുപ്പിച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ടൈം കിട്ടിയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഫുൾ കംപ്ലീറ്റ് ടൈം കംപ്ലീറ്റ് എന്നാലും കുഴപ്പമില്ല, ഒരു 75. ഈസി ആയിരുന്നു, ബട്ട് ടൈം മാനേജ് ചെയ്യാൻ പാടില്ല. ഏത് പോർഷൻ ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വന്നത്? എനിക്ക് സെക്കൻഡ് സെക്ഷൻ. റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷും ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. ഫാസ്റ്റ് ആയിരുന്നു, സമയം തികഞ്ഞില്ല. ഏത് പോർഷൻ ഏറ്റവും ഡിഫിക്കൽട്ട് വന്നത്? റീസണിങ് ആണ് സമയം കിട്ടാത്തത്. ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം. എക്സാം ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു, പക്ഷേ ടൈം മാത്രമേ ഇല്ലായിരുന്നു. ഏത് പോർഷൻ ടൈം കിട്ടാത്തത്? ടൈം വന്നിട്ട് ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു, റീസണിങ് എളുപ്പമായിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? ഫസ്റ്റ് ടൈം. ഒരു മോഡറേറ്റ് ആയിരുന്നു. എനിക്കങ്ങനെയായിരുന്നു. റീസണിംഗ് ഒക്കെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ക്വാൻസ് ആണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കാൽക്കുലേഷനൊക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. സിംപ്ലിഫിക്കേഷനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടുമായിരിക്കും. ഫസ്റ്റ് ടൈം ആയിട്ടാണ് എക്സാം വരുന്നത്? അല്ല, അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ? ബാക്കിയുള്ള എൻ്റെ മുന്നത്തെ അറ്റംപ്റ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ടഫായിരുന്നു. എക്സാം ഈസി ആയിരുന്നു. റീസണിങ് കുഴപ്പമില്ല, റീസണിങ് എളുപ്പമായിരുന്നു. മാത്സ് സിംപ്ലിഫിക്കേഷൻ വരെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇംഗ്ലീഷ് ഈസി ആയിരുന്നു. ഏറ്റവും ടൈം കൺസ്യൂമിങ് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. കൂടുതൽ ഏത് പോർഷനാണ് കൂടുതൽ വന്നത്? അരിത്തമെറ്റിക്. ഫുൾ അരിത്തമെറ്റിക്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ എക്സാം എങ്ങനെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു അതോ? എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത് മൊത്തത്തിൽ. ഹാപ്പിയാണ്. സിമ്പിളായിരുന്നു. റീസണിങ്ങും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും കോണ്ടൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് കോണ്ടിൽ അത്രയ്ക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ടൈം കാരണം കുറച്ച് ഇത് കുറവായിരുന്നു. ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു. പസിലും സിമ്പിളായിരുന്നു, പക്ഷേ ഒരു പാനിക് ആയതുകൊണ്ടൊരു ചെറിയ ഇത്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കിയപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് എളുപ്പമായിട്ട് തോന്നി. കഴിഞ്ഞ വർഷം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അതിൻ്റെ എക്സാം പൊതുവേ സിമ്പിളായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് പൊതുവേ വീക്കാണ്. ഞാൻ അതുകൊണ്ട് ഇംഗ്ലീഷ് കുറച്ച് ചെയ്തോളൂ. ബാക്കി റീസണിങ്ങും മാത്സും അത്യാവശ്യം ചെയ്യാൻ പറ്റി. എളുപ്പമുള്ള പോർഷനൊക്കെ ആയിരുന്നു, വലിയ പാടൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നു. കഴിഞ്ഞ ഇപ്പം തൊട്ട് കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എനിക്ക്. അറ്റംപ്റ്റ്
ഞാൻ 78 ചെയ്തോളൂ. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് നെഗറ്റീവ് അടിക്കണമെന്ന് വെച്ച് ഇംഗ്ലീഷ് ഞാൻ പരമാവധി കുറച്ച് ചെയ്തിട്ടുള്ളായിരുന്നു. എക്സാം കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മാത്രം എനിക്ക് കുറച്ച് പാടായിരുന്നു. ബാക്കി രണ്ടും എളുപ്പമായിരുന്നു. റീസണിങ് ഫുള്ള് ചെയ്യാൻ പറ്റും. റീസണിങ് കുഴപ്പമില്ല. ക്വാണ്ട് ഒരു മോഡറേറ്റ് ലെവൽ. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു അതോ ഡിഫിക്കൽട്ട് ആയിരുന്നു? ഇത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ഈ ഷിഫ്റ്റ്. ക്ലിയർ ചെയ്യാൻ പറ്റും. പറ്റും. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയത് കമ്പാരിറ്റീവ്ലി എക്സാം സിമ്പിൾ ആണെന്നാണ്. കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ഫീഡ്ബാക്ക് തന്നത്. റീസണിംഗ് ആണ് കുറേ പേര് ടഫായിട്ട് പറഞ്ഞത്. മാത്സും ഇംഗ്ലീഷും വലിയ ടഫില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത ഷിഫ്റ്റിലേക്ക് സ്റ്റുഡൻസ് കൂടെ കയറുന്നുണ്ട്. എല്ലാ ഷിഫ്റ്റിൻ്റെയും അനാലിസിസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.